Earhart and her twin-engine aircraft never to be found. എത്ര അന്വേഷിച്ചിട്ടും തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താത്ത വ്യക്തികളും ശേഖരിക്കാനാവാത്ത തെളിവുകളുമുണ്ട്. കാലത്തിന്റെ ഒഴുക്കിൽപ്പെട്ടു പോയ ഇവയെല്ലാം നിഗൂഢതയിൽ മറഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഇന്നും നമ്മെ മോഹിപ്പിക്കാറുണ്ട് അവയ്ക്ക് പിന്നാലെ പായ. അത്തരത്തിൽ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ച ഒരു വ്യക്തിയാണ് അമേലിയ ഇയർഹാർട്ട്. നിരവധി സിനിമകൾ, പുസ്തകങ്ങൾ, നാടകങ്ങൾ എന്നിവയ്ക്കെല്ലാം പ്രചോദനം നൽകിയിട്ടുണ്ട് ഇവരുടെ ജീവിതം. വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വം. എന്നാൽ പ്രശസ്തികൾക്കപ്പുറം അമേലിയ എന്ന വനിതാ പൈലറ്റിനെ മോഹിപ്പിച്ചിരുന്നത് വിമാനത്തിൽ കയറി ലോകം മുഴുവൻ പറന്നു കാണണമെന്നായിരുന്നു. എന്നാൽ തന്റെ സ്വപ്നം പിടിച്ചെടുക്കാൻ അവർ 1937 നടത്തിയ ആഗോള വിമാനയാത്രയ്ക്ക് ശേഷം അവരെ പിന്നെ ആരും കണ്ടിട്ടില്ല. അമേലിയയും അവരുടെ വിമാനവും കൂടെ ഉണ്ടായിരുന്ന നാവിഗേറ്റർ ഫ്രെഡ് നൂനനും എവിടെ പോയി? അവർക്ക് എന്ത് സംഭവിച്ചു? ചോദ്യങ്ങൾ നിരവധിയാണ്. 9 പതിറ്റാണ്ടായി അപ്രത്യക്ഷമായ അമേലിയയുടെ പേര് കഴിഞ്ഞ ദിവസങ്ങളിലായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വീണ്ടും വന്നു തുടങ്ങിയിരിക്കുന്നു. ഒരു മുൻ US എയർഫോഴ്സ് ഇന്റലിജൻസ് ഓഫീസർ ആഴക്കടൽ ഡ്രോണിൽ നിന്നുള്ള സോണാർ ഡാറ്റ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അമേലിയ ഇയർഹാർട്ടിന്റെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നാണ് വാർത്ത. ഇത്ര കാലങ്ങൾക്ക് ശേഷവും ഈ വാർത്ത ഇങ്ങനെ കാട്ടുതീ പോലെ കത്തിപ്പടരണമെങ്കിൽ അമേലിയ ഇയർഹാർട്ട് ആരായിരുന്നിരിക്കും? 1897 കാൻസാസിൽ ജനിച്ച ഇയർഹാർട്ട് ഒരു വനിതാ വൈമാനിക എന്ന നിലയിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. കാരണം അക്കാലത്ത് ഒരു സ്ത്രീ പൈലറ്റ് ആവുക എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല. സ്വന്തം വീട്ടിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉണ്ടായിട്ടും അമേലിയ അതിനെയെല്ലാം അതിജീവിച്ചു എന്ന് വേണം പറയാൻ. വെല്ലുവിളികൾക്കിടയിൽ അവർ വ്യോമയാനത്തിൽ നിരവധി റെക്കോർഡുകൾ സ്ഥാപിക്കുന്ന തിരക്കിലായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ഒറ്റയ്ക്ക് പറക്കുന്ന ആദ്യത്തെ വനിതാ പൈലറ്റായി മാറുകയും ചെയ്തു. എന്നിരുന്നാലും 1937 ആഗോള വിമാനയാത്രയ്ക്ക് ശേഷം ലോകം കേട്ടത് അമേലിയയുടെ തിരോധാന വാർത്തകളാണ്. 1937 ജൂൺ 1 അമേലിയ ഇയർഹാർട്ടും അവളുടെ നാവിഗേറ്റർ ഫ്രെഡ് നൂനനും കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ നിന്ന് ഇരട്ട എഞ്ചിനുകളുള്ള ലോക്ഹീഡ് മോഡൽ 10E ഇലക്ട്ര വിമാനത്തിൽ പുറപ്പെട്ടു. ഒരു മാസത്തിനുള്ളിൽ അവർ 22,000 മൈലുകൾ പറന്ന് ന്യൂ ഗിനിയയിലെ ലേയിലെത്തി. ലേയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അവർ തങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് പസഫിക് സമുദ്രത്തിലെ ചെറിയ ദ്വീപായ ഹൗലാൻഡ് ദ്വീപിൽ ഇന്ധനം നിറയ്ക്കാൻ 2500 മൈൽ പറക്കേണ്ടി വന്നു. നിർഭാഗ്യവശാൽ മൂടിക്കെട്ടിയ ആകാശവും റേഡിയോ ട്രാൻസ്മിഷൻ പ്രശ്നങ്ങളും കുറഞ്ഞ ഇന്ധനവും ഇവരുടെ വിമാനത്തെ ലക്ഷ്യസ്ഥാനത്തേക്കല്ല എത്തിച്ചത്. മറിച്ച് എക്കാലത്തെയും ദുരൂഹമായ കാണാമറയത്തുള്ള ഒരു പുതിയ ലോകത്തിന്റെ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടുവെന്ന് വേണം പറയാൻ. അതുവരെയുള്ള അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ വായു കടൽ തിരച്ചിലാണ് ഇവർക്ക് വേണ്ടി നടത്തപ്പെട്ടത്. പക്ഷേ എല്ലാം നിഷ്ഫലമായി. ഒടുവിൽ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. 1939 ജനുവരി 5 ഇയർഹാർട്ട് മരിച്ചതായി അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇയർഹാർട്ടും നൂനനും സഞ്ചരിച്ച വിമാനത്തിന്റെ ഇന്ധനം തീർന്ന് സമുദ്രത്തിൽ തകർന്നുവെന്ന് US സർക്കാർ നിഗമനത്തിലെത്തി. എന്നാൽ അപകടത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ മാത്രം ആർക്കും സാധിച്ചില്ല. ഇതിനിടയ്ക്ക് പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇവരുടെ വിമാനയാത്രയെ ചുറ്റിപ്പറ്റി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇയർഹാർട്ട് US ഗവൺമെന്റിന്റെ ഒരു രഹസ്യ ഏജന്റ് ആണെന്നും ജാപ്പനീസ് അധിനിവേശ ദ്വീപുകളിൽ ചാരപ്പണി നടത്താൻ ശ്രമിച്ചതിന് അവളെ ജപ്പാൻകാർ തടവിലാക്കിയെന്നും ഒരു സിദ്ധാന്തം പറയുന്നു. ഇയർഹാർട്ടും നൂനനും ജനവാസമില്ലാത്ത ദ്വീപായ നിഗുമാരോ റോയിൽ എത്തിയിട്ടുണ്ട്. ഏറെ കാലങ്ങൾക്ക് ശേഷം അവിടെ ഇവരുടെ ഉപകരണങ്ങളും വിമാനാവശിഷ്ടങ്ങളും പോലുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തിയെന്നാണ് കൂടുതൽ വ്യാപകമായി വിശ്വസിക്കപ്പെട്ട മറ്റൊരു സിദ്ധാന്തം. എന്നാൽ ഒരു സിദ്ധാന്തവും ആത്യന്തികമായി ശരിയാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തലുകളും അവകാശവാദങ്ങളും തലക്കെട്ടിൽ നിറയുന്നത്. സ്വകാര്യ പര്യവേഷണ കമ്പനിയായ ഡീപ് സീ വിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് റോമിയോ പറയുന്നത് പ്രകാരം ഇയർഹാർട്ടിന്റെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലായി ഏകദേശം 5000 മീറ്ററിലധികം ഉപരിതലത്തിന് താഴെയായുണ്ട്. ആഴക്കടൽ ഡ്രോണിൽ നിന്നുള്ള മങ്ങിയ സോണാർ ചിത്രങ്ങളിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരു വിമാനത്തിന്റെ ആകൃതി തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇത് ഇയർഹാർട്ടിന്റെ ലോക്ഹീഡ് മോഡൽ 10E ഇലക്ട്രയുടെ വലിപ്പവുമായി പൊരുത്തപ്പെടുന്ന വിമാനമാണ് എന്നാണ് റോമിയോ ഇപ്പോൾ അവകാശപ്പെടുന്നത്. റോമിയോ പറയുന്നത് ഇങ്ങനെയാണ്: ഇവർ സഞ്ചരിച്ചിരുന്ന വിമാനത്തിന്റെ ഇന്ധനം തീർന്ന് സമുദ്രോപരിതലത്തിൽ ഇറക്കിയെന്നും പിന്നീട്
വിമാനം സമുദ്ര അടിത്തട്ടിലേക്ക് താഴ്ന്ന് പ്രകാശം കടന്നു വരാത്ത ഒരു കോണിൽ ഇത്ര കാലവും ആരാലും ശല്യപ്പെടുത്താതെ വിശ്രമിക്കുകയുമായിരുന്നു. ഇത് സ്ഥിരീകരിക്കപ്പെടുക എന്നതാണ് ആദ്യപടി. ശേഷം സാധ്യമെങ്കിൽ അതിനെ ഉപരിതലത്തിലേക്ക് ഉയർത്തി പുനഃസ്ഥാപിക്കണം. എന്നാൽ ഈ പ്രക്രിയയ്ക്ക് അനേകം വർഷങ്ങളെടുത്തേക്കാം.